വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കർത്താവിൻ്റെ വചനം ഓരോ ദിവസവും കേൾക്കുമ്പോഴും നമ്മളെ തന്നെ കർത്താവിൻ്റെ വചനം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ക്ലെൻസിങ് അസ്. ആമേൻ. ദൈവവചനത്തിനൊരു ക്ലെൻസിങ് ആക്ഷൻ ഉണ്ട്. ആമേൻ. സോ അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ചില കാര്യങ്ങളെ കർത്താവ് മാറ്റുകയാണ്. ചില കാര്യങ്ങൾ കർത്താവ് പുതുക്കുകയാണ്. ചില കാര്യങ്ങളെ കർത്താവ് വീണ്ടും പണിയുകയാണ്. കർത്താവ് നമ്മുടെ ഉള്ളിനെ, നമ്മുടെ അകമയുള്ള മനുഷ്യനെ കർത്താവ് വീണ്ടും വീണ്ടും റിഫൈൻ ചെയ്തും പ്യൂരിഫൈ ചെയ്തും സാങ്ക്ടിഫൈ ചെയ്തും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. സോ ഒരിക്കൽ കൂടി എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മോർണിംഗ് ഗ്ലോറി ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സിനെ, ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ഒരു കുടുംബമായി നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ബ്രദർ രാമൻ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ദ ടോപ്പിക് ഇസ് പേഴ്സണൽ വിഷൻ ഫോർ യുവർ ലൈഫ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടിയുള്ള ദർശനം, അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് തയ്യാറാകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ചില സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ ഉള്ളത് സിസ്റ്റർ മിനി ഫ്രം കർണാടക. നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ വീട്ടിലൊരു ബോർവെൽ കഴിഞ്ഞ ദിവസം കുടിക്കാൻ അവർക്ക് ദൈവം സഹായിച്ചു. അതിന് നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇനി വീട് പണിയുടെ തുടക്കമാണ്. സോ അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയി. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബത്തെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ, ഏറ്റവും മനോഹരമായി പൂർത്തീകരിക്കാൻ സഹായിക്കണമേ. അതിനുവേണ്ടിയുള്ള ഫണ്ട്സ് വരട്ടെ കർത്താവെ. അതിനുവേണ്ടിയുള്ള വാതിലുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്ലാൻസ് എല്ലാം പ്രോപ്പറായി ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു കോ സ്പോൺസർ ഉണ്ട്, സിസ്റ്റർ സുനിത സുരേഷ് ഫ്രം ഗുജറാത്ത്. ഗോഡ് ബ്ലെസ് യു. ഇന്ന് സിസ്റ്ററിൻ്റെ 29th വിവാഹ വാർഷികമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ദിസ് ഇസ് എ ഗ്രേറ്റ് ഡേ ഫോർ യു ആസ് എ കപ്പിൾ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലുള്ള എല്ലാവർക്കും ആരോഗ്യവും രോഗസൗഖ്യവും അനുഗ്രഹങ്ങളും എല്ലാം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സിസ്റ്റർ സുനിതയും ഹസ്ബൻഡിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുടുംബത്തെ വീണ്ടും നയിക്കണമേ. അടുത്ത വർഷങ്ങൾ കർത്താവ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇവർ അനുഭവിക്കട്ടെ. കർത്താവെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദി മിനിസ്ട്രി. അപ്പോൾ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. യു ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ദിസ്. ആമേൻ. അടുത്ത 2 മാസങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, വലിയ അതിശക്തമായ ചില മീറ്റിംഗ്സ് ബ്ലെസ്സിങ് ടുഡേയിൽ വെച്ച് നടക്കുന്നു. ടീൻസിനും യൂത്ത്സിനും വേണ്ടി, കൗമാരപ്രായമുള്ള വ്യക്തികളും അപ്പോൾ തന്നെ യുവാക്കൾക്കും വേണ്ടിയുള്ള സ്പെഷ്യൽ മീറ്റിംഗ് October 11 to 30 ബ്ലെസ്സിങ് ടുഡേ ചർച്ച് കൊച്ചിയിൽ വെച്ച് നടക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽ സ്ക്രീനിലുണ്ട്. അപ്പോൾ തന്നെ November 8-9 തീയതികളിൽ നമ്മുടെ വിമൻസ് കോൺഫറൻസ് നടക്കുന്നു. സോ അതിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇടയ്ക്കൊക്കെ ഒരു പേഴ്സണൽ മെസ്സേജ് ഇടണേ. ഇങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ജനങ്ങളുമായി 1-on-1 പേഴ്സണലി 100 കണക്കിന്, ഒരുപക്ഷെ 1000 പേരുമായി 1-on-1 ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് കോവിഡിൻ്റെ ആ സമയത്താണ്. കാരണം യാത്രകളില്ല, വീട്ടിൽ തന്നെ ഉണ്ട്, മീറ്റിങ്ങുകളില്ല, എല്ലാം ഓൺലൈനാണ്. ആ സമയത്ത് എൻ്റെ മൊബൈലിൽ, എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ 1000 കോണ്ടാക്ട്സ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അവരുമായി ദിവസവും പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ഗൈഡൻസ് കൊടുക്കുക, ചെറിയ ഉപദേശങ്ങൾ കൊടുക്കുക, ചില വീഡിയോകൾ അയച്ചു കൊടുക്കുക, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ മുഴുവനായി നിലച്ചിട്ടില്ല. ഇപ്പോഴും ഞാനത് തുടരുകയാണ്. എങ്ങനെ ഈ ടീച്ചിങ്സൊക്കെ ദൈവം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ സമയം ഉണ്ടാക്കി ഏതെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിൽ ഏതെങ്കിലുമൊക്കെ ഞായറാഴ്ചയോ സ്പെഷ്യൽ മീറ്റിങ്സിലൊക്കെ വരണം. കൊച്ചിയിൽ സന്ദർശിക്കുന്നവർ, കൊച്ചി ബ്ലെസ്സിങ് ടുഡേയിൽ, പുറത്തുനിന്നൊക്കെ കാണുന്നവർ, പല രാജ്യങ്ങളിലുള്ളവർ എങ്ങനെയെങ്കിലും കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേയിൽ നാട്ടിൽ വരുമ്പോൾ വരണം. പേഴ്സണലി ഞങ്ങളെ കാണണം. നിങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവസഭയെക്കുറിച്ച് നമുക്ക് ഒരു ദർശനം ഉണ്ടായിരിക്കും. ദൈവസഭ എന്താണ്?
അതല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായി പലരും വിശ്വാസത്തിൽ തന്നെ പോകുന്ന ആശയക്കുഴപ്പത്തിലാവുന്നു. ചിലർ ഒരു സഭയിലും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. പല സഭകളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നും ഉണ്ടായ മുറിവുകൾ, പ്രശ്നങ്ങൾ നിമിത്തം വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാം ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ഹീലിംഗ് നൽകട്ടെ. ഞാനൊക്കെ അങ്ങനെ പോയ ആളാണ്. സഭാജീവിതം എനിക്ക് പട്ടുമെത്തയായിരുന്നില്ല. സഭാജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും സഭയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു മാലയും ഇട്ട് ബൊക്കെയൊക്കെ തന്ന് സ്വീകരിക്കുന്ന പരിപാടിയൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അനേക വർഷങ്ങൾ വളരെയധികം മുറുങ്ങിയ അനുഭവത്തിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടായ്മക്ക് അകത്ത് കാണും. പക്ഷെ സഭ എന്താണ് എന്നുള്ളൊരു ദർശനം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപയാണേ, എൻ്റെ മിടുക്കാണെന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു ഉള്ളേ. അടുത്തൊരു ദർശനം, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനു വേണ്ടി ഞാൻ അല്പസമയം കൂടുതൽ എടുക്കാം, ചില ദിവസങ്ങൾ എടുത്താലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അറ്റ് ദ സെയിം ടൈം മോസ്റ്റ്ലി ഇഗ്നോർഡ്. അതുകൊണ്ട് ഞാൻ പറയാം, പേഴ്സണൽ വിഷൻ ഫോർ ലൈഫ്. ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ദർശനം. സ്വന്തം ജീവിതത്തിന് ഒരു ദർശനം ഉണ്ടായിരിക്കണം. ദൈവദർശനം വേണം. പിന്നെ പല പല ദർശനങ്ങൾ വേണ്ടതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു, സഭയിലെത്തി. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് വ്യക്തിപരമായി ജീവിതത്തെക്കുറിച്ച് ഒരു ദർശനം ഉണ്ടായിരിക്കണം. അത് എവിടെ കിട്ടും ബ്രദറെ? എവിടെയാണെന്ന് വെച്ചാൽ പോയി മേടിച്ചോളാം. എനിക്ക് പറഞ്ഞത് എന്താണ് ദർശനം ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതൊരു വ്യക്തി, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിൽ കാഴ്ച വേണമെന്ന് പറഞ്ഞു. കർത്താവ് വിഷൻ കൊടുത്തിരിക്കുന്ന ആർക്കാണ്? സഞ്ചരിക്കേണ്ട ജീവജാലങ്ങൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മരങ്ങൾക്കില്ല, ചെടികൾക്കില്ല, വള്ളിച്ചെടികൾക്കില്ല, പുല്ലിനില്ല. എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ നിൽക്കേണ്ട മൗണ്ടൻസ്, പർവ്വതങ്ങൾക്കൊന്നും കണ്ണില്ല. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടത് പക്ഷികൾ, മൃഗങ്ങൾ, മനുഷ്യർ, ഇവർക്കൊക്കെ കണ്ണുകളുണ്ട്. ഇത് സൈറ്റാണ്. അതിനെ നമ്മൾ വിഷൻ എന്ന് പറയുമെങ്കിലും ഒഫ്താൽമോളജിസ്റ്റുകളും അവരുടെ ഭാഷയിലൊക്കെ വിഷൻ 2020 വിഷൻ, അതിൻ്റെ പവർ എത്ര, അതിൻ്റെ വിഷൻ എത്ര, ഇതൊക്കെ പറയുമെങ്കിലും ശരിക്കുള്ള ദർശനം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ചാൾസ് ഡോളിൻ്റെ നിർവചനം ഞാൻ വായിച്ചു കേൾപ്പിച്ചു കഴിഞ്ഞ ദിവസം. എന്നാൽ സ്വന്തം ജീവിതത്തെക്കുറിച്ചൊരു ദർശനം വേണം. ഈ ദർശനം ഇല്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കുവാൻ, എങ്ങനെയാണ് ഞാനതിനെ പറയേണ്ടത്, മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, മുന്നോട്ട് ജീവിക്കുവാനുള്ള ഒരു ഇൻതൂസിയാസം, ഒരു 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 പുഷ് ഉണ്ടാവില്ല ദർശനമില്ലെങ്കിൽ. ഈ ദർശനം ദൈവമക്കളാണെങ്കിൽ ദൈവത്തിൽ നിന്ന് വേണം മേടിക്കാൻ. കർത്താവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിലൂടെ വേണം ഇത് കിട്ടാൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ വിഷൻ ഗീവ്സ് യു ഡയറക്ഷൻ. ദർശനമുണ്ടോ അതിനൊരു മാർഗരേഖയും കിട്ടും. ആ ദർശനത്തിൽ എത്തുവാനുള്ള ഡയറക്ഷൻസും കിട്ടും. അതാണ് ദൗത്യത്തിലൂടെ നമ്മൾ ചെയ്തെടുക്കുന്നത്. വിഷൻസ് ക്യാൻ ചേഞ്ച് ദ കോഴ്സ് ഓഫ് യുവർ മിനിസ്ട്രി ആൻഡ് യുവർ ലൈഫ് ആൻഡ് ദ ഹോൾ വേൾഡ്. ശരിക്കും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചൊരു ദർശനമാണെങ്കിൽ ശുശ്രൂഷ ജീവിതം, വ്യക്തിപരമായ ജീവിതം, അത് ലോകത്തെ തന്നെ അതിനെ ടച്ച് ചെയ്യാൻ സാധിക്കും. അപ്പം ചില ആളുകൾക്ക് ചിന്തിക്കും, എൻ്റെ ബ്രദറെ, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്, തൊഴിലുറപ്പിനൊക്കെ പോയി ഇങ്ങനെ ജീവിക്കുന്ന ഒരു പാവം പിടിച്ചൊരു സ്ത്രീയാണ്. ഈ വലിയ ദർശനവും ഇതൊന്നും ചോദിച്ച് എനിക്കറിഞ്ഞുകൂടാ. എനിക്കാകുള്ള പിള്ളേരെ എങ്ങനെയെങ്കിലും 3 നേരം ഭക്ഷണം കൊടുക്കണം, അവരൊന്ന് പഠിപ്പിച്ച് വലുതാക്കി 2 കാലിലും നിർത്തണം. പിന്നെ ഇതൊക്കെ എല്ലാം ചെയ്തു വെച്ചിട്ട് കർത്താവ് വിളിക്കുമ്പോൾ അങ്ങ് പോടാ, അതിൻ്റെ അപ്പുറത്തോട്ട് എന്നാ ദർശനം?
അപ്പോൾ ഇവിടുത്തെ വിഷയം എന്തെന്ന് വെച്ചാൽ, ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതം തീർന്നു. പിന്നെ അലസതയായി, ഉദാസീനതയായി, പിന്നെ മരിക്കണമെന്നായി, പിന്നെ മുന്നോട്ട് പോകണമെന്നില്ല, എന്നങ്ങ് വിളിക്കണേ എന്നൊറ്റ പ്രാർത്ഥനയായിട്ട് തീരും. ഞാനൊരു വലിയൊരു വെല്ലുവിളി കൊണ്ടുവരാൻ പോകുക. കേട്ടോളൂ, ശ്രദ്ധിച്ചു കേൾക്കാം. എല്ലാവരും കാതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയേ, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വലിയ പട്ടാള മേധാവിയുടെ വീട്ടിൽ ഒരു പെങ്കൊച്ച് ജോലി ചെയ്യുക. ആ പട്ടാളക്കാരൻ്റെയും ആ വൈഫ്, ആ പട്ടാള മേധാവിയുടെ ക്യാപ്റ്റനാണ് അദ്ദേഹം, അല്ലെങ്കിൽ ഒരു കമാൻഡർ ഇൻ ചീഫാണെന്ന് വെച്ചു. വൈഫിൻ്റെ തോഴിയായിട്ട് കിച്ചണിൽ ചായ ഇടാനും എന്തെങ്കിലുമൊക്കെ വെള്ളം ചൂടാക്കി കൊടുക്കാനും ചിലപ്പോൾ കുറച്ച് കുക്കിങ്ങും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ വീട്ടിൽ ഒരു മെയ്ഡായിട്ട്, ഒരു സെർവൻറ്റ് ഗേളായിട്ട് നിൽക്കുന്ന ഒരു പെങ്കൊച്ച്, ഇസ്രായേലിലെ പെങ്കൊച്ചാണ്. ആ പട്ടാള മേധാവിയുടെ പേരാണ് നയമാൻ. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കഥയുണ്ട്. ഈ പെങ്കൊച്ച് ഇങ്ങനെ വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം അവിടെ നടക്കുന്നത്, ഇയാൾക്ക് ഞാൻ നമ്മുടേതായ ഭാഷയിലാക്കി പറയുകയാണ്. ഇത് ഈ കഥ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, ബൈബിളിലെല്ലാം അതുപോലെ അല്ല എഴുതിയിരിക്കുന്ന. ആ കഥ എടുത്തിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ മനുഷ്യൻ്റെ രാജാവ്, ആ രാജാവിൻ്റെ കീഴിൽ നിൽക്കുന്ന സൈന്യാധിപനാണ്. അദ്ദേഹത്തിന് ഒത്തിരി സ്റ്റാറുകളുണ്ട്. കാരണം പല യുദ്ധങ്ങളിൽ ഇദ്ദേഹം ഒരു വീരശൂര പരാക്രമി ആയതുകൊണ്ട്, വാസ് എ മാൻ ഓഫ് വാലർ. ഒത്തിരി യുദ്ധങ്ങളിൽ രാജാവിന് വേണ്ടി പടപൊരുതി ജയിച്ചൊരു മനുഷ്യനാണ്. ഈ മനുഷ്യന് ഒത്തിരി പതക്കങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഓണറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര വീരശൂര പരാക്രമശാല. പക്ഷേ ഈ മനുഷ്യന് കുഷ്ഠമാണ്. എന്ന് വെച്ചാൽ ഇയാളെ കാണുന്നത് ഒരു പക്ഷേ എൻ്റെ ഇതിൽ പറയാം, കൊമ്പൻ മീശയൊക്കെ വെച്ച് പിരിച്ച് കണ്ടു കഴിഞ്ഞാൽ ഭീകര രൂപിയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പട്ടാള വേഷം, ആ മിലിറ്ററി യൂണിഫോം അഴിച്ചു വെച്ചാൽ ശരീരം മുഴുവൻ കുഷ്ഠം പിടിച്ച് ചീഞ്ഞളിയുകയാണ്. ഭീകരമായൊരു സ്കിൻ ഡിസീസോ ലെപ്രസിയോ പിടിച്ചിരിക്കുകയാണ്. പുറത്ത് നോക്കിയാൽ അധികമൊന്നും കാണാനില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ പട്ടാള വേഷം, ഈ പടച്ചട്ടയെല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ തന്നെ സാധാരണ ഒരു മനുഷ്യന് തന്നെ അകത്ത് ചൂടും ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഇതുപോലെ സ്കിൻ മുഴുവൻ ചീഞ്ഞളിഞ്ഞിരിക്കുന്ന ഒരു ശരീരത്തിൽ ഇതെല്ലാം ഇട്ടിട്ട് വേണം പടവെട്ടാൻ, പടയെ നയിക്കാൻ, ആർമികളെ നയിക്കാൻ. എല്ലാ ദിവസവും വീട്ടിൽ വരുമ്പോൾ ഈ കൊച്ചിന് മനസ്സിലായി ഇയാളൊരു ഭയങ്കര സംഭവമാണെങ്കിലും, രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന, പടകളെ ഓടിക്കുന്ന, കോൺകർ ചെയ്യുന്ന ഒരു വിന്നറാണെങ്കിലും തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുഷ്ഠം പിടിച്ച് ദുഃഖിച്ച് നീറുന്ന ആ അവസ്ഥ ഈ പെങ്കൊച്ചുകൊണ്ട്. ഈ പെങ്കൊച്ച് പ്രാർത്ഥിക്കാൻ, കർത്താവേ ഞങ്ങളുടെ സാറിന് ഒരു സൗഖ്യം കൊടുക്കണേ, സൗഖ്യം കൊടുക്കണേ. ഇവളിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം അവൾക്ക് തോന്നി, കൊച്ചമ്മയോടൊന്ന് പറയാം. ഇസ്രായേലിലൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ അടുത്തൊന്ന് ചെല്ലുവാണെങ്കിൽ ഹീലിംഗ് കിട്ടും, ഉറപ്പാണ്. കാരണം അതുപോലെ ദൈവം ഉപയോഗിക്കുന്ന ഒരു പ്രവാചകനാണ്, ഭയങ്കര ഒരു പ്രോഫറ്റാണ്. അപ്പോൾ ഒരു ദിവസം കൊച്ചമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമോ, യജമാനോടൊന്ന് പറയാമോ, ഞങ്ങളുടെ നാട്ടിൽ ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ട് വന്ന ഒരു ക്യാപ്റ്റീവ് ഗേളാണ് ഇവൾ, ഒരു സ്ലേവ് ഗേളാണ്, അടിമ പെങ്കൊച്ച. അവൾ പറയാം, ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു പ്രവാചകനുണ്ട്, യജമാനൻ ഒന്ന് അവിടെ വരെ പോയാൽ ഒരു സൗഖ്യം കിട്ടുമല്ലോ. അപ്പോൾ കൊച്ചമ്മ വേഗം സാറിനോട് പറഞ്ഞു, നയമാനോട് പറഞ്ഞു. നയമൻ വെച്ച്, എങ്ങനെ വെറുതെ പോകുന്നു, പോയിക്കളെ, സൗഖ്യം കിട്ടണം, എവിടെയാണെങ്കിലും നല്ലതല്ലേ, പോ. അതുകൊണ്ട് ഈ ആരാം രാജാവാണെന്നിട്ട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു ഇസ്രായേൽ രാജാവിൻ്റെ ഒരു ലെറ്റർ തരാൻ പറഞ്ഞു, ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ. കാരണം രാഷ്ട്രത്തലവന്മാർ തമ്മിലാണ്, കാരണം ഇവിടുത്തെ പട്ടാളത്തിൻ്റെ ടോപ്പ് ഗൈയാണ്. അപ്പോൾ ചുമ്മാ ഓടി ചെല്ലുന്നതിന് വേറെ ഒരു റെഫറൻസ് ലെറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ആക്സെപ്റ്റൻസ് കിട്ടും. ബാക്കി കഥ ഒരു പക്ഷേ നിങ്ങൾ വായിച്ച് കാണാൻ അറിയാം, മിക്കവർക്കും എല്ലാം വിസ്തരിക്കുന്നില്ല. ലെറ്ററൊക്കെ ആയിട്ട് പോയി കുറേയധികം ഗിഫ്റ്റുകൾ, സ്വർണം, വെള്ളി, ഡ്രസ്സ്. കാരണം ഈ പ്രവാചകന് സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ കൊടുക്കാനുള്ള
ഒത്തിരി ഗിഫ്റ്റുകളുമായിട്ട് ഇയാൾ പോകുന്നു. ബിക്കോസ് ഈസ് ഫിൽത്തി റിച്ച്. അവിടെ ചെന്നപ്പോൾ ഈ എലീശയാണെങ്കിൽ, പ്രവാചകനാണെങ്കിൽ വീട്ടിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങിയില്ല. പക്ഷേ അവിടെ നിന്നിട്ട് പറഞ്ഞു, യോർദാൻ നദി പോയിട്ട് 7 പ്രാവശ്യം മുങ്ങിയിട്ട് പോകണം. അതും നേരിട്ടല്ല പറഞ്ഞ്, ശിഷ്യനെ വിട്ട്, ഗേഹസി തൻ്റെ അസിസ്റ്റന്റിനെ വിട്ടിട്ടാ പറഞ്ഞു. ഇയാൾക്ക് ഭയങ്കര ദേഷ്യമായി. എന്താ ഒരു റോയൽ രീതിയിൽ ഞാൻ വന്നിട്ട് എന്നെ ഒന്ന് നേരിട്ട് കാണാൻ പോലും ഈ ദൈവദാസൻ എന്ന് പറയുന്ന പ്രവാചകന് സാധിക്കില്ലെങ്കിൽ, യു ആർ സോ ആംഗ്രി, എടുക്കടാ, പോവാ, തിരിഞ്ഞു പോവാ. പക്ഷേ കൂടെയുള്ള ബാല്യക്കാര് ഒരു ചെറുക്കൻ പറഞ്ഞു, അസിസ്റ്റന്റ് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ലല്ലോ യജമാനെ, ഒന്ന് പോയി മുങ്ങാനല്ലോ പറഞ്ഞുള്ളൂ, നമുക്കൊന്ന് ടെസ്റ്റ് അടിക്കാം, ഒന്ന് പോയി അങ്ങ് മുങ്ങിയേക്കാം, എന്തിനാ അതിനിങ്ങനെ ദേഷ്യപ്പെടുന്ന, ചൂടാകുന്ന എന്തിനാ, സൊല്യൂഷനല്ലേ പറഞ്ഞു, നമുക്ക് പോവാം. അങ്ങനെ മുങ്ങി, 7 പ്രാവശ്യം മുങ്ങി. അവൾ പറയുന്നത് തൻ്റെ ശരീരം ഒരു ബാലൻ്റേതുപോലെ, ഒരു യങ്സ്റ്റേഴ്സിൻ്റെ പോലെ, അല്ലെങ്കിൽ ചെറുപ്പം പിള്ളേരുടെ പോലെ സ്കിന്നങ്ങ് എന്ന് വെച്ചാൽ ചുളിയും എല്ലാം പോയി. 7-ാം പ്രാവശ്യം പൊങ്ങുമ്പോൾ കംപ്ലീറ്റ് ഹീലിംഗ്. എന്തിനാ ഞാനിത് പറഞ്ഞത്? കിച്ചൻ്റെ അകത്ത് ഇന്നും നമുക്ക് അവളുടെ പേരറിയില്ല, ബൈബിളിലില്ല. ഈ ഒരു പെൺകുട്ടി കിച്ചനകത്ത്, ഒരു വലിയ പട്ടാള മേധാവിയുടെ കിച്ചനകത്ത് കൊച്ചമ്മയെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതമുള്ളത് കൊണ്ടും ദൈവമായി ബന്ധമുള്ളത് കൊണ്ടും ദൈവത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടും ദൈവത്തിൻ്റെ രോഗസൗഖ്യത്തിൽ വിശ്വാസമുള്ളതുകൊണ്ടും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഉപയോഗിക്കുന്ന വിശ്വാസമുള്ളത് കൊണ്ടും അവൾ പറഞ്ഞ ചില വാക്കുകൾ നിമിത്തം പട്ടാള മേധാവിയെ തൊട്ടു, രാജാക്കന്മാരെ തൊട്ടു, ആ ഹീലിംഗ് ഇന്നും ലോകരാജ്യങ്ങളിൽ പ്രസിദ്ധമാണ്. അവൾ വേൾഡിനെ തൊട്ടു, കേട്ടില്ലല്ലേ, അവൾ വേൾഡിനെ തൊട്ടു, തലമുറകളെ തൊട്ടു, നമ്മളെ തൊട്ടു. ഒരു കൊച്ചു പെൺകുട്ടി, ഹലോ കൊച്ചമ്മേ, കിച്ചൺ മാത്രം ലോകമായി, ഇതാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കിച്ചണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുക്ക് ചെയ്ത് മാത്രം നടക്കുന്ന കൊച്ചമ്മേ, പെൺകൊച്ചേ, സെർവന്റ് ഗേൾസ്, മെയ്റ്റ്സ്, ആരുടെയെങ്കിലൊക്കെ ആശ്രിതരായി ഈ വേലയും ചെയ്ത് ദിനരാത്രങ്ങൾ കഴിയുകയാണ്. എൻ്റെ കർത്താവ് എങ്ങനെ ഉപയോഗിക്കാനാണ്? പല ദേവദാസന്മാരെയൊക്കെ ഉപയോഗിക്കുക. എന്ത് ദർശനം! മാസം തോറും എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടുന്ന നോട്ടുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പിള്ളേരെ വളർത്തി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടി. ഇപ്പം ഞാനോ ലോകത്തെ തൊടാനോ? തൊട്ടല്ലോ. ഹലോ, 2 കാതും തുറന്ന് കേൾക്കണേ. ദൈവത്തിന് ആരെയും ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ദർശനം വേണം. എന്നെയും കർത്താവ് ഉപയോഗിക്കും. പുറം ലോകം കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ഒരു ദീർഘയാത്ര പോലും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ ഗ്രാമം വിട്ട് എങ്ങും പോയിട്ടില്ലാത്ത, ചിലർ പറയും ഞാൻ ഈ അന്തർജനങ്ങളെ പോലെയാണ്, എൻ്റെ വീട് വിട്ട് ഞാൻ ഇന്ന് വരെ വെളിയിൽ പോയിട്ടില്ല. നോ പ്രോബ്ലം, വീടിനകത്തിരുന്ന് ലോകത്തെ തൊടാം. ഞങ്ങളുടെ സിറ്റി വിട്ട് ഞങ്ങൾ എങ്ങും പോയിട്ടില്ല, ഈ കേരളം വിട്ട് ഞങ്ങൾ എങ്ങും പോയിട്ടില്ല, ഞങ്ങളായിരിക്കുന്ന ഈ സംസ്ഥാനം വിട്ട് എങ്ങും യാത്ര ചെയ്തിട്ടില്ല, ഒരു പുറം രാജ്യത്ത് ഇന്ന് വരെ, ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. എന്നെ കർത്താൻ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റുമെന്നേ. ഹാവ് എ വിഷൻ ഫോർ യുവർ ഓൺ ലൈഫ്. സ്വന്തം ജീവിതത്തെക്കുറിച്ചൊരു ദർശനം വേണം. എവിടെ നിന്ന് കിട്ടും? ദൈവത്തിൽ നിന്ന് കിട്ടും. എങ്ങനെ കിട്ടും? പ്രാർത്ഥിക്കണം, ദൈവസ്ഥലിൽ മെഡിറ്റേറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ അന്യ ഭാഷകളിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ മണിക്കൂറുകൾ പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകളിൽ പ്രാർത്ഥിച്ച് വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അന്യഭാഷയുടെ പ്രത്യേകത, മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ഹിന്ദിയിൽ പ്രാർത്ഥിച്ചാലും ഫ്രഞ്ചിൽ പ്രാർത്ഥിച്ചാലും ലാറ്റിനിൽ പ്രാർത്ഥിച്ചാലും ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ബുദ്ധി കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതിൽ കുറച്ചൊക്കെ ദൈവഹിതമായിരിക്കും, അതവിടെ എത്തും, ബാക്കിയെല്ലാം സെൻസർ ചെയ്ത് പോയി. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന 1 മണിക്കൂർ പ്രാർത്ഥിച്ച മൊത്തം പ്രാർത്ഥനയും സ്വർഗത്തിലെത്തി. കാരണം അതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളിലൂടെ പ്രാർത്ഥിക്കുക. 100% റിസൾട്ട്. എന്താ പ്രാർത്ഥിച്ചതെന്ന് നമുക്കറിയില്ലെങ്കിലും ദൈവത്തിനറിയാം. ഞാൻ പറഞ്ഞത്, അന്യഭാഷകൾ ഒത്തിരി നേരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് ട്യൂൺ ചെയ്യപ്പെടുന്നത് കൊണ്ട്, കാലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടും നമ്മുടെ അകത്ത് തന്നെ ഒരു വലിയ ദർശനം ഉണ്ടായി വരും. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് പറഞ്ഞു, 1993 അവസാനം ഡിസംബർ മാസത്തിലെ 10 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ മേജർ ഷിഫ്റ്റ് ഉണ്ടാക്കിയത്. അന്നാണ് എനിക്ക് എന്നെക്കുറിച്ച് മുന്നിലേക്കുള്ള ദർശനം തന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ബ്ലെസ്സിങ് ടുഡേ നിലവിൽ വന്നത്. I was seeking the face of the Lord.
ദൈവമുഖം അന്വേഷിച്ചപ്പോൾ ദൈവം ചിലതൊക്കെ തരാൻ തുടങ്ങി. മോനെ, നിന്റെ ജീവിതം ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് ഈ ജീവിതം തന്നിരിക്കുന്നത്. മുന്നിലേക്കുള്ള ശുശ്രൂഷ ഇതാണ്. ഇതൊക്കെയാണ് നീ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ അകത്ത് രൂപപ്പെടാൻ തുടങ്ങി. അതൊരു ശുശ്രൂഷയായി മാറി. ഇന്ന് കർത്താവ് കൃപയാൽ ഈ ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ ലോകരാജ്യങ്ങളെ തൊടുന്നു. ആയിരങ്ങളെ, ലക്ഷങ്ങളെ. ഐ ഡോണ്ട് നോ ദ കൗണ്ട്. കർത്താവിനെ അറിയാം. ഇതിൻ്റെ വ്യാപ്തിയും എന്തൊക്കെയാണെന്നുള്ള നിത്യതയിലെ നമുക്കും മനസ്സിലാവും. പലരെയും കർത്താവ് തൊടുന്നു. പല സ്ഥലങ്ങളും പല രാജ്യങ്ങളിൽ നിന്ന് പോകുമ്പോൾ പലരും എൻ്റെ അടുത്തിട്ട് വന്ന്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ബ്രദറിൻ്റെയൊക്കെ പ്രോഗ്രാം അമ്മ വയ്ക്കും. അപ്പം ഞങ്ങളിങ്ങനെ റെഡിയാകുമായിരിക്കും. ചോറൊക്കെ കെട്ടി, ടൈയൊക്കെ കെട്ടി മുറുക്കി, യൂണിഫോം ഇട്ട് പോകാൻ വേണ്ടി റെഡിയാകുമ്പോൾ ഞങ്ങളിതിങ്ങനെ കേൾക്കും. അന്നങ്ങനെ അങ്കിളുടെ ഇതൊക്കെ ഇങ്ങനെ കേട്ട് 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 ഞങ്ങളിന്ന് ദൈവകൃപയിൽ വിശ്വാസത്തിലാണ്. അന്ന് പറഞ്ഞ പല കാര്യങ്ങൾ, അന്ന് ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് പലരും എന്നോട് ഇങ്ങോട്ട് വന്നു ഇപ്പോൾ പറയാം. ഞാൻ തന്നെ മറന്നുപോയി. What I'm trying to say is this: God can use anybody. ആരെയും കർത്താവിന് ഉപയോഗിക്കാം. ആരെയും കർത്താവിന് ഉപയോഗിക്കാം. Visions can change the course of your life, your ministry, and it can touch many nations of the world. സാധിക്കും. So touching the world from kitchen, അടുക്കളയിൽ നിന്നും ലോകത്തെ തൊടാൻ പറ്റും. ആരാലും അറിയപ്പെടാത്തവർക്ക് പോലും, പേരില്ലാത്തവർ, അനോണിമസ് ക്യാരക്ടേഴ്സ്, ഫേമസ് അല്ലാത്തവർ, വെൽ നോൺ അല്ലാത്തവർ, അൺനോൺ ആയവർക്ക് പോലും ലോകരാജ്യങ്ങളെ തൊടാൻ കഴിയും പ്രാർത്ഥനയിലൂടെ, ചില കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിലൂടെ. ഈ ആകപ്പാടെ ഈ നയമാൻ്റെ വീട്ടിലെ മെയ്ഡ്, ആ വേലക്കാരി പെങ്കൊച്ച് ആകപ്പാടെ ചെയ്തത് എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ. തൻ്റെ അറിവ് വേറെ ആളോട് പറഞ്ഞു. ഞാൻ ചുമ്മാ പറയുവാണ്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളിപ്പോൾ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കും. ചുമ്മാ ഒരു ലിങ്ക് എടുത്ത് അറിയാവുന്ന കുറേ ക്ലാസ്മേറ്റ്സിനും കൂടെ പഠിച്ചവർക്കും അല്ലാത്തവർക്കും ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടവർക്കും ഒരു വോയിസ് മെസ്സേജ് കൊടുത്ത് എനിക്ക് ഞാൻ തുടർച്ചയായിട്ട് കാണുന്നൊരു പ്രോഗ്രാമാണ്, ഇതിലൂടെ വചനം പഠിക്കാനൊക്കെ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അയച്ചു കൊടുത്താൽ അതായിരിക്കും നാളെ ഒരാൾ കണ്ട് നാളൊരു വലിയ ശുശ്രൂഷയിലേക്ക് ആ വ്യക്തി വന്നാലോ, ആ വ്യക്തിയിലൂടെ ദൈവം ലോകത്തെ ആയിരങ്ങളെ, ലോകരാഷ്ട്രങ്ങളെ സ്പർശിച്ചാലോ, ക്രെഡിറ്റ് ആർക്ക് കിട്ടും? പ്രതിഫലം ആർക്ക് കിട്ടും? നിങ്ങൾ കിട്ടും. പക്ഷെ നമ്മളെ കൊണ്ട് ഹ്രസ്വദൃഷ്ടിയുള്ളവരാക്കി നമ്മെ മാറ്റി, നമ്മെ കൊണ്ട് ഗുണകരമായ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, കൊച്ചു കൊച്ചു പ്രവൃത്തികളിലൂടെയാണ് വലിയ വലിയ റിസൾട്ട് ഉണ്ടാകുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടെ. കൊച്ചു കൊച്ചു പ്രവൃത്തികളിലൂടെ വലിയ വലിയ ഫലമുളവാകും, റിസൾട്ട് ഉണ്ടാകും. വലിയൊരു ഹീലിംഗ് ക്രൂസൈഡ് യേശു കർത്താവ് നടത്തുമ്പോൾ 3 ദിവസമായി ജനങ്ങൾ പട്ടിണിയിലാണ്. വോളണ്ടിയേഴ്സിനൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ്റെ കയ്യിലിരുന്നൊരു കൊച്ച് ടിഫിൻ ബോക്സിനകത്ത് ഒരു കൊച്ചു പയ്യൻ കൊടുത്ത ഡൊണേഷൻ, അല്ലെങ്കിൽ ആ സംഭാവന, അല്ലെങ്കിൽ ആ ഗിഫ്റ്റ്, അല്ലെങ്കിൽ ആ ഓഫറിങ്ങിലൂടെയാണ് ആയിരങ്ങൾ പരിപോഷിപ്പിക്കപ്പെട്ടതും. അത് അന്ന് അപ്പോൾ അതിനുശേഷം ആ സംഭവത്തിലൂടെ, അത്ഭുതത്തിലൂടെ, അപ്പം വർദ്ധിപ്പിക്കുന്ന, മീൻ വർദ്ധിപ്പിക്കുന്ന അതിലൂടെ എല്ലാ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടു. ആ പയ്യൻ്റെ പേരും പറഞ്ഞു അറിയാമോ? ഭയങ്കരമല്ലേ മക്കളെ? ഇത് ഭയങ്കരമല്ലേ? എൻ്റെ കണ്ണിലേക്ക്, ഞാൻ നിങ്ങളെ കണ്ണിലേക്ക് നോക്കി പറയാം, നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോവാ. പറഞ്ഞേ, നെഞ്ചിത്തൊട്ടിട്ട് പറ, എന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോകും. പാറായിരുന്ന് ആര് കേട്ടാലും കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പറ, ഉറക്കെ പറ, എന്നെ കർത്താവ് ഉപയോഗിക്കാൻ പോവാ. പറഞ്ഞേ, പ്രാർത്ഥിച്ച കർത്താവേ, എനിക്കൊരു ദർശനം എന്താ? എനിക്കൊരു ദർശനം എന്താ? പറ. ഞാൻ ഇനി പറയാൻ പോകുന്ന വളരെ ഭയങ്കരമായൊരു സംഭവമാണ്. നാസി ജർമ്മനിയിൽ, അറിയാലോ, ഹിറ്റ്ലറുടെ കീഴിൽ നാസി ജർമ്മനിയിൽ നടന്നൊരു സംഭവം. വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഓസ്ട്രിയൻ സൈക്കോളജിസ്റ്റായിരുന്നു. അദ്ദേഹത്തെയും കൊണ്ടുപോയി ഡെത്ത് ക്യാമ്പിലിട്ടു. കൊല്ലാൻ കൊണ്ടുപോയിടുന്ന സ്ഥലമാണ്, അതിൽ കൊണ്ടുപോയിട്ടു. അദ്ദേഹം ഈ ഒത്തിരി പേര് രക്ഷപ്പെടാതെ, എന്ന് വെച്ചാൽ ഈ ഡെത്ത് ക്യാമ്പുകളിൽ കൊണ്ടുപോയിടുന്നവർ ചിലർ പെട്ടെന്ന് മരിച്ചു പോകും, ചിലർ കുറച്ചുനാൾ പിടിച്ചു വെക്കും. മാനസികമായും ശാരീരികമായും എല്ലാ നിലകളിലും തകർന്ന് അവർ മരിച്ചു വീഴും. എന്നാൽ ഈ മനുഷ്യൻ സർവൈവ് ചെയ്തു.
അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ സർവൈവ് ചെയ്ത, നാസി ഡെത്ത് ക്യാമ്പ് സർവൈവ് ചെയ്ത ചില ആളുകളിൽ അദ്ദേഹം പഠനം നടത്തി. അദ്ദേഹം ചില പാരാമീറ്റേഴ്സ് നോക്കി. ഹെൽത്ത്, ആരോഗ്യമുള്ളവർ പിടിച്ചു നിന്നു. വൈറ്റാലിറ്റി, ചുറുചുറുക്കും ഓജസ്സുമുള്ളവർ പിടിച്ചു നിന്നു. ഫാമിലി സ്ട്രക്ചർ, അവരുടെ കുടുംബത്തിൻ്റെ ഘടന കൊണ്ട് പിടിച്ചു നിന്നു. ഇൻ്റലിജൻസ്, ബുദ്ധി വൈഭവമുള്ളവരാണോ പിടിച്ചു നിന്നത്? സർവൈവൽ സ്കിൽസ് ഉള്ളവരാണോ പിടിച്ചു നിന്നത്? അദ്ദേഹം അവസാനം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫാക്ടേഴ്സ് കണ്ടെത്തി. അദ്ദേഹം പറയുന്നത്, ദ സിംഗിൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ വാസ് എ സെൻസ് ഓഫ് ഫ്യൂച്ചർ വിഷൻ. That is some important work left to do. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹം കണ്ടെത്തി. എന്ന് വെച്ചാൽ ഭാവിയിലേക്കുള്ളൊരു ദർശനമുള്ളവരാണ് ഈ ഹിറ്റ്ലറുടെ കീഴിലുള്ള ഡെത്ത് ക്യാമ്പുകൾ സർവൈവ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വന്നത്, ജീവനോടെ പുറത്തു വന്നത്. അല്ലാത്തവരെല്ലാം അവരെ തല്ലിക്കൊല്ലാതെ തന്നെ ചുമ്മാ പിടഞ്ഞു വീണ് മരിച്ചു, ഹൃദയം തകർന്നു മരിച്ചു. എന്നാൽ ഇതിൽ നിന്നും എനിക്ക് പുറത്തു വന്നിട്ട് ഈ ഭൂമിയിൽ എനിക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട് എന്നൊരു വിഷൻ ഉണ്ടായിരുന്നവരെല്ലാം രക്ഷപ്പെട്ടു. അവരതിനെ, വലിയ പീഡനങ്ങളും മാനസിക പീഡനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവരതിനെ സർവൈവ് ചെയ്തു. അതായത് ചില പ്രധാനമായ ചില കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. പറഞ്ഞേ, ഇനിയും കുറച്ച് നല്ല കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. പറഞ്ഞേ, വാഗോണ്ട് പറ, ടൈപ്പ് ചെയ്യുക, എഴുത്. അങ്ങനെ ഒരു ദർശനമുള്ളവരാണ് ജീവിതത്തിൽ മുന്നിലേക്ക് പോകുന്നതും ദീർഘായുസ് ഉണ്ടാകുന്നതും. അവരെങ്ങനെയും ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യും. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യ നേരെ ഇരട്ടിയായി. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ഇരട്ടിയായിരിക്കുന്നു. രാജ്യമങ്ങനെ, ഇന്ത്യ മൊത്തം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ആ പ്രഷർ വരുമ്പോൾ എന്ത് കാരണം, ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടായിരിക്കും, മാർക്ക് കുറഞ്ഞിട്ടായിരിക്കും, വീട്ടിൽ കിട്ടുന്ന ഇതാകാം, റിലേഷൻഷിപ്പ് ഇഷ്യൂ, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇഷ്യൂ ആകാം, വളവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അതായിരിക്കട്ടെ നിങ്ങളുടെ മുഖ്യ പ്രാർത്ഥന വിഷയം. ഇത് കിട്ടിയിട്ട് ഇനി പരിപാടിയുള്ളൂ. അതില്ലാത്തവരൊക്കെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അവരുടെ ജീവിതം പൊലിഞ്ഞു പോകും. എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളോട് ഞാൻ പോയിട്ടുണ്ട്. അതെല്ലാം ഒന്നും ഇതിലൊന്നും വിളിച്ചു പറയാൻ സാധ്യമല്ല. ഉണ്ടെന്നങ്ങ് അറിഞ്ഞാൽ മതി. ഇന്ന് നിലനിൽക്കുന്നത് എനിക്കിനിയും ചിലതൊക്കെ കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തെടുക്കണമെന്നുള്ളൊരു സാധനാകത്ത് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ ജനങ്ങൾ അനുഗ്രഹിക്കുന്നു. അതുണ്ടാകട്ടെ എല്ലാവർക്കും. രോഗികൾ സൗഖ്യമാകട്ടെ. ശരീരത്തിലുള്ള എഡിമ, സ്വെല്ലിംഗ് വറ്റിപ്പോകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. തീരാരോഗങ്ങൾ, ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത കോഫ്, ചുമ യേശുവിൻ്റെ നാമത്തിൽ പോകട്ടെ. ബ്രോങ്കൽ പ്രോബ്ലംസ് മാറിപ്പോകട്ടെ. വലിയ വിടുതൽ കർത്താവ് കൽപ്പിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless you. See you tomorrow.